റോബർട്ട് ഡോണി ജൂനിയർ ഓസ്കാർ നേടിയ ഒരു അമേരിക്കൻ നടനും നിർമ്മാതാവും പിന്നണി ഗായകനുമാണ്. അയൺമാൻ എന്ന ചിത്രത്തിലെ ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രശസ്തനായ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താമസിയാതെ അയാൾ തിരിച്ചു വരികയും ഹോളിവുഡിലെ ഏറ്റവും വിലയേറിയ നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. റോബർട്ട് ഡോണി 1965 ഏപ്രിൽ 4 ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ റോബർട്ട് ഡോണി സീനിയറുടെയും എൽസി ആൻഡയുടെയും മകനായാണ് ജനിക്കുന്നത്. റോബർട്ട് ഡോൺ ജൂനിയർ വളരെ അസ്ഥിരമായ അന്തരീക്ഷത്തിലാണ് വളർന്നത്. അയാളുടെ പിതാവ് മയക്കുമരുന്നിന് അടിമയായിരുന്നു. റോബർട്ട് ഡോണിക്ക് 6 വയസ്സുള്ളപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് അവനെ നിർബന്ധിച്ചു. പിന്നീട് കുടുംബപരമായ വഴക്കിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. റോബർട്ട് ഈ സമയം പഠനം ഉപേക്ഷിക്കുകയും ന്യൂയോർക്കിലേക്ക് പോയി അഭിനയരംഗത്തേക്ക് കടക്കുകയും ചെയ്തു. പിന്നീട് റോബർട്ടും നടി ജെസിക്ക പാർക്കറും 1983 ഫസ്റ്റ് ബോൺ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പരസ്പരം പ്രണയത്തിലായി. എന്നാൽ ഈ ബന്ധവും അധികം നീണ്ടുനിന്നില്ല. 1992 മെയ് 29 റോബർട്ട് ഡോണി നടിയും ഗായികയുമായ ഡെബോസ ഫാർക്കനോയെ വിവാഹം കഴിച്ചു. എന്നാൽ 2002 ഇത് വിവാഹമോചനത്തിൽ കലാശിച്ചു. 2003 ഗോതിക എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് റോബർട്ട് ഡോണി ജൂനിയറും സിൽവർ പിക്ചർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായ സൂസൻ ലെവി തമ്മിൽ പ്രണയത്തിലായി. 2005 ഓഗസ്റ്റിൽ ഒരു ജൂത ചടങ്ങിൽ വെച്ച് അവർ വിവാഹിതരായി. റോബർട്ട് ഡൗണി ജൂനിയർ ബാലതാരമായാണ് സിനിമയിലേക്കുള്ള തൻ്റെ കരിയർ ആരംഭിച്ചത്. പിതാവ് റോബർട്ട് ഡൗണി സീനിയറിൻ്റെ നിരവധി സിനിമകളിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഡൗണി ജൂനിയറിന് വെറും 5 വയസ്സുള്ളപ്പോൾ 1970 പൗണ്ട് എന്ന വിചിത്ര കോമഡി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് അരങ്ങേറുന്നത്. തൻ്റെ ജീവിതം മുഴുവൻ സിനിമ പിന്തുടരുന്നതിനായി കോളേജിൽ നിന്നിറങ്ങിയ ശേഷം ഡൗണി ജൂനിയർ മ്യൂസിക്കലുകളിൽ അഭിനയിച്ചു. സാറ്റർഡേ നൈറ്റ് ലൈവ് എന്ന TV ഷോയിൽ ചെറിയ റോൾ ചെയ്തെങ്കിലും ആ TV ഷോ വിജയിച്ചില്ല. 1985 ടഫ് റഫ് വിയേർഡ് സയൻസ് എന്ന സിനിമകളുടെ രൂപത്തിൽ നടന് 2 വഴിത്തിരികൾ ലഭിച്ചു. 1987 പുറത്തിറങ്ങിയ ദി പിക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നായകവേഷം ലഭിക്കുന്നത്. ആ വർഷം അവസാനം നിരൂപക പ്രശംസ നേടിയ ലെസ് ദാൻ സീറോ എന്ന സിനിമയിൽ ഡൗണി ജൂനിയർ അഭിനയിച്ചു. അതിൽ അദ്ദേഹം ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവായിട്ടാണ് അഭിനയിച്ചത്. 1992 പുറത്തിറങ്ങിയ ചാപ്ലിൻ എന്ന ചിത്രത്തിലെ ചാർലി ചാപ്ലിൻ്റെ വേഷം അദ്ദേഹത്തിന് വളരെയധികം പ്രശംസ നേടിക്കൊടുത്തു. റോബർട്ട് ഡോണി ജൂനിയറിൻ്റെ പ്രകടനത്തിന് മികച്ച പോസിറ്റീവ് അവലോകനങ്ങൾ ലഭിക്കുകയും മികച്ച നടനുള്ള അക്കാദമി അവാർഡിന് അദ്ദേഹത്തിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും 1996 2001 ഇടയിൽ വർദ്ധിച്ച മയക്കുമരുന്ന് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ വളർച്ചയെ വളരെയധികം ബാധിച്ചു. ഈ സമയത്ത് ഡൗണി ജൂനിയർ നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അനിയന്ത്രിതമായ മയക്കുമരുന്നതിന് അടിമയായതിനാൽ സിനിമകളുടെയും TV ഷോകളുടെയും സെറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. 2003 റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ സുഹൃത്ത് മെൽ ഗിബ്സൺ നിർമ്മിച്ച ദി സിംഗിങ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലൂടെ താരം വീണ്ടും വലിയ സ്ക്രീനിലേക്ക് മടങ്ങി. അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം താരം ഗോതിക, എസ് കാനർ ഡാർലി, മിസ്റ്ററി ത്രില്ലറായ സോഡിയാക് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. ഈ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹത്തിനെ ടോണി സ്റ്റാർക്ക് ദി അയൺമാൻ എന്ന ഹിറ്റ് കഥാപാത്രത്തിലേക്ക് ക്ഷണിച്ചു. 2008 പുറത്തിറങ്ങിയ അയൺമാൻ $500 മില്യൺ സമ്പാദിച്ച് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായി മാറി. ഈ സിനിമയിലൂടെ ഡൗണി ജൂനിയർ ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെടുന്ന നടന്മാരിൽ ഒരാളായി മാറി. 2009 പീരീഡ് മിസ്റ്ററി ചിത്രമായ ഷെർലക് ഹോംസിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഡോണി. ഷെർലക് ഹോംസിലെ റോബർട്ട് ഡോണി ജൂനിയറിൻ്റെ പ്രകടനം ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുകയും മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. 2010 അയൺമാനിൻ്റെ 2ാം ഭാഗമായ അയൺമാൻ 2 എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലെ ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രത്തെ അദ്ദേഹം വീണ്ടും അവതരിപ്പിച്ചു. പിന്നീട് അയൺമാൻ 3 അഭിനയിച്ചതിന് ശേഷം റോബർട്ട് ഡൗണി ജൂനിയർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ ടീം ഡൗണി നിർമ്മിച്ച ദി ജഡ്ജ് എന്ന സിനിമയിൽ അഭിനയിച്ചു. 2018 അവഞ്ചേഴ്സ് എന്ന എക്കാലത്തെയും മികച്ച ഹിറ്റ് ചിത്രത്തിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു. അതിശയകരമായ ഒരു ബോക്സ് ഓഫീസ് വിജയം നേടിയ ഈ സിനിമ സാർവത്രിക നിരൂപണ പ്രശംസയും നേടിയെടുത്തു.